ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉന്നക്കായാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു സ്നാക്സ് അല്ലേ. അപ്പോൾ ഞാനതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. അതിന് ഇതുപോലെ ഒരുപാട് പഴുക്കാത്ത നേന്ത്രപ്പഴം വേണം, പിന്നെ തേങ്ങ വേണം, പിന്നെ ഉണക്കമുന്തിരി വേണം, പിന്നെ ഏലക്കായ, പഞ്ചസാര, പിന്നെ അണ്ടിപ്പരിപ്പ്. അപ്പോൾ ഇത്രയാണ് വേണ്ടത്. നമുക്കിതുപോലെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ നേന്ത്രപ്പഴം നന്നായിട്ട് വേവിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചിട്ട് നമുക്കിത് ചൂടൊക്കെ കുറയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇത് ചൂട് കുറഞ്ഞിട്ടാവുമ്പോൾ ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് ഇതിനകത്തൊരു കറുപ്പ് കളറുള്ള ഒരു സീഡ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിക്കാൻ പാടില്ല. നമ്മളിതുപോലെ ഉരുളക്കിഴങ്ങ് സ്മാഷറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഇതെന്നിട്ട് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കണം. എന്നാലും മാത്രം നമുക്ക് ഉന്നക്കായ്ക്ക് ഇതിങ്ങനെ ആ ഒരു ഷേപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ ആക്കിയിട്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് ഇടുന്നത്, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ബ്രൗൺ കളറായി കിട്ടും. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് കൊടുത്ത് പിന്നെ ഏലക്കായ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്കിത് ഉന്നക്കായ്ക്ക് അകത്ത് വെച്ചിട്ട് പിന്നെ നന്നായിട്ട് ആ ഉന്നക്കായുടെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുത്തിട്ട് എണ്ണയ്ക്കകത്തിട്ടിട്ട് മുരിച്ചെടുക്കണം. ഇത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റൗവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് ചൂടാവുന്ന സമയത്ത് നമുക്കിത് ഉന്നക്കായ ഇതുപോലെ ഷേപ്പാക്കി എടുക്കണം. ഇതുപോലെ ആദ്യം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് ഈ ഫില്ലിങ് വെച്ചിട്ട് വീണ്ടും കുറച്ചുകൂടെ നേന്ത്രപ്പഴത്തിൻ്റെ മാവ് വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടി ആ ഒരു ഷേപ്പിലാക്കി എടുക്കാം. അങ്ങനെ ഓരോന്നും ഇതുപോലെ ആക്കി എടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ മുരിച്ചെടുക്കണം എണ്ണയ്ക്കകത്ത്. എണ്ണ ചൂടായിട്ടാകുമ്പോൾ നമുക്കിത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം വെന്തതായതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി കേട്ടോ. അത് പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.